Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മുത്തുമാലയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് എല്ലാ മുത്തും വൈറ്റ് കളർ മാത്രമാണ് എടുത്തിരിക്കുന്നത്. 4mm സൈസ് വരുന്ന 12 മുത്താണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കോർക്കാനായിട്ടുള്ള ത്രെഡാണ്, അത് ബീഡിങ് വയർ, ഞാൻ ഫിഷിംഗ് വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പ് നൂല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കോർത്ത് തുടങ്ങുകയാണ്. ആദ്യം തന്നെ 4mm സൈസ് വരുന്ന 4 മുത്താണ് കോർക്കുന്നത്. 4 മുത്ത് കോർത്ത ശേഷം നമ്മൾ ഏറ്റവും ആദ്യം കോർത്ത മുത്തുണ്ടല്ലോ അതിൻ്റെ, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡായിരിക്കും ആ മുത്ത് വരുന്നത്. അപ്പോൾ ആ മുത്ത് എടുക്കുക, ഏറ്റവും എൻഡിലുള്ള, അതായത് ഫസ്റ്റ് കോർക്കുന്ന ആ മുത്ത് എടുക്കുക. അത് ഓൾറെഡി നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോർത്ത്, അത് ലെഫ്റ്റ് ഹാൻഡിലാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്തുള്ള നൂല് കൂടി അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ഈ രണ്ടറ്റും ഒപ്പം ചേർത്ത് പിടിക്കുക ത്രെഡിൻ്റെ. അതിനുശേഷം ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യാം. അതായത് മുത്തുകൾ കറക്റ്റ് നടുവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ടറ്റം പിടിച്ച് അങ്ങനെ ചേർത്ത് പിടിച്ച് വലിച്ച് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടി, സ്ക്വയർ പോലെ. അതായത് ഒരു മുത്ത്, വീണ്ടും 2 മുത്ത്, പിന്നെ ഒരു മുത്ത്, അങ്ങനെ വന്നു. ഇനി നമ്മൾ 2 ത്രെഡിലും ഓരോ മുത്ത് വെച്ച് കോർക്കുകയാണ്. ഇങ്ങനെ കോർത്തു. വീണ്ടും ഇനി ഒരു മുത്താണ് കോർക്കുന്നത്. ഒരു മുത്ത് കോർക്കുക. ഇത് നമ്മളിപ്പോൾ കോർത്ത പോലെ തന്നെ ക്രോസ് ആയിട്ട്, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കോർത്തെങ്കിൽ റൈറ്റ് സൈഡ് നൂലെടുത്തിട്ട് ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് കോർക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ത്രെഡ് എടുത്തിട്ട് ഈ ഭാഗത്തോട്ട് കോർക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് 2 ത്രെഡും ഒരുമിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക. വീണ്ടും 2 ഭാഗത്തും ഓരോ വൈറ്റ് കളർ മുത്ത് കോർക്കുക. ഒരു മുത്ത് കോർത്ത് ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. വീണ്ടും 2 മുത്ത് കോർക്കുക. ഇതേപോലെ 12 മുത്താണ് ഞാനിവിടെ കോർക്കുന്നത്. അതായത് ബീഡാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. മുത്തുകൾ കൊണ്ട് കോർത്തുണ്ടാക്കിയ ഒരു മുത്താണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഈ മുത്ത് ഉണ്ടാക്കുന്നതിൻ്റെ മാത്രമായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി ഇതിന് നമുക്ക് ഈ മുത്ത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഫസ്റ്റ് തന്നെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 12 മുത്തും ഇതുപോലെ കോർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് 2 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോർക്കേണ്ടത് ഒരു മുത്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ കോർക്കുന്നില്ല. ഫസ്റ്റ് മുത്തുണ്ടല്ലോ, ഏറ്റവും ആദ്യമുള്ള മുത്ത് സിംഗിൾ മുത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ത്രെഡ് ഉണ്ടല്ലോ അത് ക്രോസ് ആയിട്ട് എടുക്കുക. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും, റൈറ്റിലിരിക്കുന്ന ത്രെഡ് ലെഫ്റ്റ് സൈഡിലോട്ടും എടുക്കുക. ഇതുപോലെ 2 ഭാഗത്തും വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ ഉരുണ്ട് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വേറെ മെത്തേഡിലെല്ലാം നമുക്ക് ഈ ബീഡ് ഉണ്ടാക്കാം. അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെല്ലാം കറക്റ്റായിട്ട് എന്താ പറയുക, കോർത്ത് കൊണ്ടുവരണം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ മാല കോർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത ബീഡായിരിക്കും നല്ലത്. അപ്പം നമ്മളിതിങ്ങനെ കോർത്തു. ഇനി 2 നൂലും കൂടി കെട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത കാരണം മുത്തിൻ്റെ 2 ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന 1-2 മുത്തിൻ്റെ ഉള്ളിൽ കൂടെയല്ല ഈ ത്രെഡ് എടുത്തിട്ട് ത്രെഡ് രണ്ടും അടുത്ത് വന്നതിന് ശേഷം നമുക്കിതുപോലെ കെട്ടിടാം. ഒരു 3 കെട്ടിട്ടാൽ മതി. 3 കെട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം അത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് യംഗേഴ്സ് വെയർ ആകുമ്പോൾ കുറച്ച് മിനുസുള്ള ടൈപ്പാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ഊരി വരാൻ അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഉരുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഫ്ലെയിമിൽ കാണിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി. അത് ഉരുക്കി കഴിഞ്ഞാൽ അവിടെ ഒന്ന് കുറച്ച് കട്ടിയായിട്ട് ഒട്ടിയിരുന്നോളും, പിന്നെ അത് ഊരി വരില്ല. അപ്പം നമ്മുടെ ബീഡ് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയുള്ള 16 ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ളത് 6mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ കോർത്തിരിക്കുന്നത് 4mm സൈസാണല്ലോ. പിന്നെ 6mm സൈസ് മുത്ത്, പിന്നെ ലാസ്റ്റ് കോർക്കാനായിട്ട് ഹുക്ക് ഇടാനുള്ള റിങ്ങുമാണ് വെച്ചിരിക്കുന്നത്. 3 റിങ്സ് ഉള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കോർക്കാനായിട്ടുള്ള ഈ വയർ, അപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന അതേ ത്രെഡ് തന്നെയാണ് ഇവിടെ മാല കോർക്കാനും എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കോർക്കുമ്പോൾ ഈ ബീഡ്സ് എല്ലാം കുറച്ച് ചേർന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, മാല ഉണ്ടാക്കി കഴിഞ്ഞ് ഇടുന്ന സമയത്ത് അത് കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ത്രെഡായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മുത്തുകളുടെ ഉള്ളിൽ കൂടെ നൂല് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഈ ത്രെഡ് തന്നെ യൂസ് ചെയ്തു. അല്ല ഇനി കോട്ടൺ ത്രെഡ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ റിബണിലൊക്കെ കോർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറിയ റിബണൊക്കെ ഉണ്ടാവില്ല കുറച്ച് കട്ടിയുള്ളത്, അതിലാണ് ഈ മാല കോർക്കുന്നതെങ്കിൽ അതും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ വേറൊരു ഡിസൈൻ ചെയ്യാമെന്നൊരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് ഈ ത്രെഡ് തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹുക്ക് കോർക്കുന്നു, അവിടെ 2-3 കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. അതൊന്നും പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ടൈറ്റ് ചെയ്ത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്ലെയിമിൽ കാണിച്ച് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി. അപ്പോൾ നമ്മുടെ ഹുക്ക് കോർത്ത് റെഡിയാക്കി നമുക്ക് ബീഡിങ് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു 15 മുത്താണ് ഞാൻ
വലിയ മുത്ത് കോർക്കുന്നത്. 6 mm വരുന്ന മുത്ത് 15 എണ്ണമാണ് കോർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാലയ്ക്ക് കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ മുത്ത് ഇവിടെ ഏറ്റവും ബാക്കിൽ ഹുക്കിൻ്റെ അടുത്ത് കോർക്കുന്ന മുത്തുകളുടെ എണ്ണം കൂട്ടാം. അല്ല ഇനി ലെങ്ത്ത് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ആ എണ്ണം കുറയ്ക്കാം. പിന്നെ ബീഡഡ് ബീഡ്സ് ആണെങ്കിൽ ഞാൻ 16 എടുത്തതിന് പകരം നിങ്ങൾക്ക് കൂടുതൽ അത് കോർക്കാം. അത് എത്ര മുത്ത് വേണമെങ്കിലും ഉണ്ടാക്കിയ ശേഷം അത് മാത്രം കോർത്തിട്ടും ലോങ് ചെയിൻ ആയിട്ടാലും നല്ല ഭംഗിയായിരിക്കും. അത് ഈ ബീഡഡ് ബീഡ് മാത്രം ഉപയോഗിച്ചിട്ട് വലിയൊരു മാല ഉണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ അങ്ങനെയല്ല, ഞാൻ കറക്റ്റ് നടുവിൽ വരുന്ന ഒരു പോർഷനിൽ മാത്രമാണ് ഈ മുത്ത് കോർക്കുന്നത്. ബാക്കി 2 ഭാഗത്തും ഈ വലിയ മുത്തുകളാണ് കോർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 15 മുത്ത് ഈ 6 mm സൈസ് വരുന്ന മുത്ത് കോർത്തു. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഡഡ് ബീഡ്സ് ഉണ്ടല്ലോ, അതാണ് കോർക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഇങ്ങനെ ഓരോ 4 മുത്തുകളുടെ ഇടയിലും ഇതുപോലെ ഹോള് കാണാം. കാരണം 4 മുത്തുകളുടെ ഇടയിലും ഇത് ഹോളുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ കോർത്താൽ മതി. ഏതിൽ കൂടെ കോർക്കുകയാണെങ്കിലും ഒരേപോലെ തന്നെ ഷേപ്പ് വരിക. അപ്പോൾ ഇതുപോലെ എല്ലാ മുത്തും ഞാനിവിടെ കോർക്കുകയാണ്. 16 മുത്ത് കോർക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുൾ വെള്ളയായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കൺഫ്യൂഷൻ ഇല്ല, അങ്ങനെ കോർക്കാം. അപ്പോൾ ഇത് ഓരോ ബീഡ്സ് ഉണ്ടാക്കുന്നതും വേറെ വേറെ കളർ മുത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മിക്സായിട്ട് ഇതുപോലെ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോർത്താൽ മതി. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട, കാരണം എല്ലാം ഒരേ കളർ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. എല്ലാം അങ്ങനെ കോർക്കുന്നു. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് കോർത്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ വലിയവരാണ് ഇടുന്നതെങ്കിൽ അത് സാരിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഈ ബീഡഡ് ബീഡ് മാത്രം കോർത്ത് ലോങ് ചെയിനായിട്ട് സാരിയുടെ കൂടെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് വേറൊരു മോഡലായിരിക്കും കാണാൻ തന്നെ. ഇതിപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ നടുവിൽ മാത്രം ഞാൻ ഈ ഒരു പോർഷനിൽ മാത്രമേ നടുവിൽ ആ ഒരു പോർഷൻ മാത്രമേ ഇങ്ങനത്തെ മുത്ത് കോർക്കുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവൻ കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 15 മുത്ത് കോർത്ത പോലെ തന്നെ ലാസ്റ്റും ബാക്കി വരുന്ന ഒരു 15 മുത്ത് ഞാൻ ഇവിടെ കോർക്കുകയാണ്. ഒരേ ലെങ്ത്തിന് വരുന്ന പോലെ ഒരേ എണ്ണം നോക്കി കോർക്കുക. അപ്പോൾ ഫസ്റ്റ് 15 മുത്ത് കോർത്തു. വീണ്ടും നമ്മൾ ഈ ബീഡഡ് ബീഡ്സ് ഒരു 16 കോർത്തു. വീണ്ടും ഈ 6 mm സൈസ് വരുന്നത് 15 മുത്ത് കോർത്തു. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹുക്ക് ഓൾറെഡി കോർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇടാനുള്ള കണ്ണി വേണം. അപ്പം അതിന് ഞാനിവിടെ 3 കണ്ണികൾ ഒരുമിച്ച് വരുന്ന ഒരു എക്സ്റ്റൻഷൻ പോലുള്ള എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേണ്ടെങ്കിൽ സാധാരണ ജമ്പ് റിങ് ഉണ്ടല്ലോ, ഒരു വട്ടക്കണ്ണി ആയിട്ട് അത് ഒരെണ്ണം കോർത്താലും മതി. ലെങ്ത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റിങ്ങുകളൊന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു വട്ടക്കണ്ണി ഇട്ടിട്ട് ഇതുപോലെ 2-3 കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. നല്ല ടൈറ്റാക്കി ചെയ്യുകയാണെങ്കിലും എന്താ പറയുക, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഓരോ ബീഡ്സെല്ലാം കയറി ഇറങ്ങിയെല്ലാം ഇരിക്കും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. ഞാൻ ഇവിടെ കോർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരുന്നു ചെയ്തത്, കാരണം അങ്ങനെയാകുമ്പോൾ അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നേരെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കോർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് വീണ്ടും ഇത് താഴോട്ട് വന്നിട്ട് എല്ലാം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഒരേ ലെവലിൽ നമ്മൾ കോർത്ത് ഈ ടേബിളിൽ വെക്കുന്ന സമയത്ത് ഇരിക്കുന്ന പോലെ ഒരേ ലെവലിൽ ഇരിക്കുന്നില്ല. അത് ഇടുന്ന സമയത്ത് കുറച്ച് എല്ലാം കൂടി എന്താ പറയുക ബണ്ടിൽ പോലെ ചേർന്ന് ഇരിക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കെട്ടിയത്, കാരണം അത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് സ്പേസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയാലും മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിമ്പിൾ ഡിസൈൻ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.